എനിക്ക് നിവിനെ വേണമായിരുന്നെങ്കിൽ ദേ ഇങ്ങനൊന്നും ഞൊടിച്ചാ മാത്രം മതിയായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് നിന്നെ കാലില് വാരി തൂക്കി എറിഞ്ഞിട്ട് നിവിൻ എന്നെ കൈപിടിച്ച് കയറ്റുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഉണ്ടോ നിനക്ക്? ഞാൻ വേണ്ടെന്ന് വെച്ച് വലിച്ചെറിഞ്ഞ ജീവിതമാടി നീ ഇപ്പൊ സ്വർഗമാണെന്ന് പറഞ്ഞ് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ ദയ, എന്റെ ഭിക്ഷ. പിന്നെ എന്തിനാടി നീ ഞങ്ങളുടെ പിന്നാലെ ചുറ്റി വളഞ്ഞു വന്നോണ്ടിരിക്കുന്നെ? ചുറ്റി വളഞ്ഞു വന്നോണ്ടിരിക്കുന്ന ഞാനല്ലടി, നിന്റെ അച്ഛനാ. അയാളാ എന്റെയും എന്റെ കുടുംബത്തിന്റെ പിന്നാലെ നടക്കുന്നത്. അയാളുടെ ഉള്ളിലെ ഭയം കൊണ്ട് പുഷ്പവാടി നിറങ്ങി നായെ പോലെ മണപ്പിച്ച് ഞങ്ങളുടെ പിന്നാലെ നടക്കുക. ആദ്യം നീ അയാളെ ചങ്ങലക്കിട്ട് പൂട്ട്, അത് കഴിഞ്ഞു മതി എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കുന്നെ. അച്ഛന് പറയുന്നോടി. കൈവിടടി, കൈവിടാൻ. നിന്റെ അച്ഛനുണ്ടാക്കിയ ദുരന്തങ്ങളുടെ കയ്പ് നീര് കുടിച്ചോണ്ടിരിക്കുക ഞാനും എന്റെ കുടുംബവും. നിനക്കിട്ടൊക്കെ പലവട്ടം ഓങ്ങി വെച്ചിട്ടും എനിക്കില്ലെങ്കിലും എന്റെ അനിയത്തിമാർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടല്ലോ എന്നോർത്ത് വെറുതെ വിട്ടിരിക്കുന്നതാ. അതിനിടേക്കാരും നീ എന്നെ ചൊറിയല്ലേ? മേലിൽ ഒരു വട്ടം കൂടി നിന്റെ കൈ എന്റെ നേരെ പൊങ്ങിയ മൂക്കിൻ തുമ്പ് ചൊറിയാൻ പോലും പിന്നെ അത് ഉയർത്തേണ്ടി വരില്ല നിനക്ക്. എങ്ങോട്ടാ അമ്മേ വയ്യാത്ത കൊച്ചിനെ കൊണ്ട്? ഇവക്ക് ഓണപ്പൂക്കളം കാണുമെന്ന്. ഓണപ്പൂക്കളോ? ഓണായെന്ന് ആ സിസ്റ്റർ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. ഈ ആശുപത്രിക്കകത്ത് അടച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തോണം. നീ കുഞ്ഞിനെ കൊണ്ട് ഈ പൂക്കളം കാണിക്കേ. ശരി, വാ ദാമേ പിടിച്ചോ, വാ പോ. അച്ഛനെ മടിയിലിരുന്നോളാം. ഓ, ഓണത്തിനെങ്കിലും അച്ഛൻ സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇവിടെ സ്ഥലമുണ്ടല്ലോ, വന്നിരുന്ന് കഴിക്കും. ഇവിടെ വാ. അച്ഛൻ എനിക്ക് വാരി തരണം. ഓ റെഡി, വാ. ഒരു കള്ളിപ്പൂച്ച ഉണ്ടായില്ലേടാ. പൂച്ച എവിടെ പോയേ? മോളെ മോളെ നിക്ക് നിക്ക് മോളെ. എന്താ പൂക്കളം കാണുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എനിക്ക് പൂക്കളം കാണണ്ട എന്താ മോളെ? ചേച്ചി അച്ഛൻ ഓർമ്മ വന്നു.
കഴിഞ്ഞ വർഷം പൂക്കളിടാനും സദ്യ വിളമ്പാനൊക്കെ അച്ഛൻ നമ്മുടെ കൂടെ ഇല്ലായിരുന്നോ ചേച്ചി? എനിക്കിപ്പോ അച്ഛനെ കാണും തോന്നുന്നു. അച്ഛൻ്റെ അടുത്ത് പോവാനും ആ മടിയിലിരിക്കാനൊക്കെ തോന്നുന്നു. അതെന്തിനാ മോളെ അച്ഛൻ്റെ അടുത്ത് പോകുന്നത്? അച്ഛൻ മോളുടെ കൂടെ ഇല്ല. അച്ഛൻ ഉണ്ട്. അച്ഛൻ എവിടെ ഉണ്ടോ ചേച്ചി? നമ്മൾ പോകുന്നിടത്തല്ല അച്ഛൻ കൂടെ ഉണ്ടാവും. ഞാൻ മോളോട് പറഞ്ഞതല്ലേ? ശരിയാ ചേച്ചി. അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞിട്ടും സ്നേഹതീരത്ത് എവിടെയോ അച്ഛനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ റൂമിലോ മുറ്റത്തോ ഒക്കെ അച്ഛനുണ്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ പുഷ്പവാടിയിൽ നിന്ന് പോകുന്നതിന് പിന്നെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ചേച്ചി. അച്ഛൻ വരാത്ത പോലെ, അച്ഛന് അവിടെ എന്തോ തടസ്സമുള്ള പോലെ. പക്ഷെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛന് സ്വപ്നം കണ്ടു. മേലെ മേഘത്തുനിന്ന് അച്ഛൻ എന്നെ വിളിക്കാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. പൈസ അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ലെന്നോ ഗംഗയച്ഛൻ സിസ്റ്റർമാരൊക്കെ പറയുന്നു. നമ്മളെ കൊണ്ട് കാശെടുക്കാൻ പറ്റില്ല ചേച്ചി. പറ്റും മോളെ, പറ്റും. മോളോട് ആരാ പണം അടയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ജീവൻ പകരം കൊടുത്തിട്ടാണെങ്കിലും ഞാൻ പണം അടച്ചിരിക്കും. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛന് സ്വപ്നം കണ്ടു. മേലെ മേഘത്തുനിന്ന് അച്ഛൻ എന്നെ വിളിക്കാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. ആഹാ, അംബികേ, ഗായത്രി, ദേ അവരിങ്ങെത്തി. ഒരുക്കങ്ങളൊന്നും ആയില്ല. ഓ, ആയതൊക്കെ മതി. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നീ ഇത് തന്നെ പറയും. ഷോ, എനിക്ക് പെണ്ണിനെ കാണാൻ കൊതിയായിട്ട് പാടില്ല. എവളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലയോ? പെണ്ണില്ലാന്നോടി പെണ്ണ് കാണല്? പെണ്ണ് കാണും. അല്ല, പെണ്ണ് കാണാൻ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചാ? ഓ, പെണ്ണ് കാണുന്ന് പറഞ്ഞ പെണ്ണുണ്ടാവൂന്ന്. അയ്യോ, ഇനി ഉണ്ടായിട്ട് വേണോ പെണ്ണ് കാണാൻ? ആ, വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങള് വൈകില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. പെൺകുട്ടി ഗോപാല, പെൺകുട്ടിയെ വിളിക്ക്. കമലമോളെ, പെണ്ണുണ്ടായിട്ട് വർഷം 19 തോന്നുന്നു. സാരമില്ല, അവന്റെ ഒരു ടേസ്റ്റിന് ഇതൊക്കെ മതി. നമസ്കാരം. നമസ്കാരം. അല്ല, ഇത് വിശദമായിട്ട് പരിചയപ്പെടാം. ഞാൻ ശ്രീകണ്ഠൻ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായിരുന്നു. ഇത് എന്റെ അനിയൻ ഗോപാലൻ, ഇത് അവന്റെ ഭാര്യ കമല. ഞാൻ പറയുന്നതേ ഗോപാലൻ കേൾക്കുള്ളൂ, ഗോപാലൻ പറയുന്നതേ ഭാര്യ കേൾക്കുള്ളൂ. ഇവര് രണ്ടുപേരും പറയുന്നതേ ഇതാരാ ഇത്? എന്റെ മരുമോന. ആ, ഒരു കുടുംബമായ സന്തോഷം മാത്രം പോരല്ലോ, സങ്കടവും വേണമല്ലോ. ഈ നിൽക്കുന്നത് എന്റെ മോള ഗായത്രി. ഇയാളെ മനസ്സിലായി കാണുമല്ലോ, എന്റെ ഭാര്യ അംബിക. എല്ലാരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് മോളെ വിളിക്കു ഗോപാല. വിളിക്കും മോളെ. മോളെ ദിവ്യ, ഇറങ്ങി വാ. കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള കുട്ടി. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലുണ്ട്. നിലവിളക്കെടുത്ത് അകത്തേക്ക് വെക്കാൻ പറ, വെയിലടിച്ചു പൊള്ളും. എന്നാ നമുക്ക് അകത്തിരുന്നല്ലോ. ഇരിക്കാം ഗോപാല, വാ.
വാ മോളെ, വലതുകാല് വെച്ച് അകത്തേക്ക് കയറി വാ. ഉള്ളത് പറയാലോ, സാധാരണ പെണ്ണ് വീട്ടിലേക്ക് പോയി പെണ്ണിനെ കാണുന്നതാ പതിവ്. ഇതിപ്പോ പെണ്ണിനെയും കൊണ്ട് ചെറുക്കന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഒരു കുറച്ചിലായിട്ടാ കാണുന്നത്. അങ്ങോട്ടുള്ളത് പറയാലോ. വീട്ടിൽ തലതെറിച്ചൊരു മരുമകനുണ്ടെന്നും അവൻ ഇങ്ങനെ തന്നെ പറയുമെന്നും രഘുനാഥ് സാർ നേരത്തെ മുന്നറിയിപ്പ് വന്നു. പോരാത്തതിന് അംബികാമ്മയുടെ അസുഖവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞ പല ആലോചനകളും നോക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും തികഞ്ഞൊരു ബന്ധം ഇപ്പോഴാ വന്നത്. അവന്റെ ജാതകം നോക്കിയ ജോത്സ്യന് അത് തന്നെയല്ലേ പറഞ്ഞത് രഘുവേട്ട? കേതുദശയുടെ അവസാനം ശുക്രദശയുടെ തുടക്കത്തിലാ കല്യാണമെന്ന്. നേരത്തെ തന്നെ രണ്ടാളുടെയും പൊരുത്തം ഒത്തു നോക്കിയത് നന്നായി. എല്ലാം കൊണ്ടും ഉത്തമം. ഇതാ ഞങ്ങളുടെ കൊച്ചുമോൻ നരേ. വാടാ, ഇവിടെ വന്നിരിക്കേ. ഞാനിവിടെ വന്നോളാം. ഇവനെന്താടി ഇങ്ങനെ നോക്കുന്നത്? ഇവന്റെ നോട്ടം ശരിയല്ലല്ലോ കേട്ടോ. എക്സ്ക്യൂസ് മീ. എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കേണ്ടായിരുന്നു. അതിനെന്താ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെടാനല്ലേ ഈ ചടങ്ങ് തന്നെ. സംസാരിച്ചോളൂ. മോള് വാ. ഏയ് വേണ്ട വേണ്ട വേണ്ട, ഇളയമ്മ അവിടെ തന്നെ നിന്നാ മതി. എനിക്ക് ഈ കുട്ടിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. കുട്ടി വാ. കുട്ടികൾ തമ്മിൽ സംസാരിക്കട്ടെ. സാർ ഇവിടെ ഇരിക്കേ. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്നത്? കുട്ടിയുടെ പേരെന്താ? ദിവ്യ. മെഡിസിന് പഠിക്കണല്ലേ? MBBS ഫൈനൽ ഇയറാ. അപ്പോഴീ MBBS കഴിഞ്ഞിട്ട് ഈ ഹയർ സ്റ്റഡീസിനൊന്നും പോകണമെന്നില്ലേ? ആ ഉണ്ട്. പിന്നെന്തിനാ ഇപ്പൊ ഒരു കല്യാണം? ഓ, വീട്ടില് നിർബന്ധിക്കുന്നുണ്ടാവും അല്ലേ? ഈ കല്യാണം കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ? മിക്കവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്.
ഇനി ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. ആരാ ഏട്ടൻ? ദേ ഇയാള്. ഞാനാ? എന്താ വേണ്ടതെന്ന് ഏട്ടൻ പറഞ്ഞാൽ മതി. നമ്മുടെ വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കോ വിദ്യക്കോ ഒരു കുഴപ്പം തട്ടാത്ത രീതിയിലേ. വിദ്യയല്ല, ദിവ്യ. എന്ത് ആരായാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ കേട്ടില്ല മനസ്സിലായില്ല ഒന്നും പരാതി പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? ഈ മെഡിസിൻ ആകുമ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടെങ്കിൽ. അത് വേണം, അത് വേണം. അത് വേണ്ടെന്നാരാ പറഞ്ഞേ? വേണം 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 വേണം. ഈ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ മെഡിസിനൊക്കെ സീറ്റ് കിട്ടണേ. ഈ MBBS MD FRCS ഒക്കെ പഠിച്ച് വിദ്യ വലിയൊരു ഡോക്ടർ ആവണമെന്നാ എൻ്റെ ആഗ്രഹം. വിദ്യയല്ല, ദിവ്യ. ആരായാലും ആയാ മതി. താങ്ക് യു ഏട്ടാ. ഏട്ടൻ അങ്ങനെയുള്ളൊരു പ്ലാനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നേ. എനിക്ക് ഈ കല്യാണത്തിനൊന്നും വലിയ താല്പര്യമില്ല. ഏട്ടൻ അങ്ങനെയുള്ളൊരു പ്ലാനാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നേ. എനിക്ക് ഈ കല്യാണത്തിനൊന്നും വലിയ താല്പര്യമില്ല. അതുപോലെ വിദ്യയും വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് ഈ കല്യാണത്തിന് തയ്യാറെന്നല്ലേ പറഞ്ഞേ? അല്ല, അങ്ങനെയല്ല. ദിവ്യല്ല, വിദ്യയാണെന്നല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. അതൊക്കെ ഞാൻ തിരുത്തിക്കോളാം. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാരറിയാത്തൊരു ബന്ധത്തിനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാ? കുട്ടി പേടിക്കൊന്നും വേണ്ട, നമ്മൾ കല്യാണമൊക്കെ കഴിക്കും. പക്ഷെ അത് നമ്മുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. അതല്ലാതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധവും നമുക്കിടയിൽ ഉണ്ടാവാൻ പോണില്ല. മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിന് പുറത്ത് മാത്രമായിരിക്കും ഭാര്യയും ഭർത്താവും. ബെഡ്റൂമിനകത്ത് കയറിയ നമ്മൾ രണ്ടുപേരും അപരിചിതരായ വ്യക്തികളായിരിക്കും. ഇപ്പൊ കുട്ടിയെ കൺസെപ്റ്റ് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. കുട്ടിക്ക് വേറൊരു കുട്ടി ഉണ്ടാവാൻ പോണില്ലാന്ന്. അത്തരത്തിലുള്ള ഒരു ബന്ധവും നമ്മൾക്ക് ഇടയിൽ ഉണ്ടാവാൻ പോണില്ല. ഇപ്പൊ മനസ്സിലായോ? കുട്ടി ഓക്കെ അല്ലേ ഈ ബന്ധത്തിന്? കുട്ടി അമ്മേ, ഞങ്ങളൊരു ഡോക്ടറെയാ നിങ്ങൾക്ക് തരുന്നത്. വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവുന്നതുകൊണ്ട് ഏറ്റവും ലാഭം എനിക്കും അമ്പയിക്കുവാ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന കാശ് ലാഭിക്കാമല്ലോ. അമ്മേ. അയ്യോ, എന്താ മോളെ? അമ്മേ, എന്തിനാ നീ കരയുന്നേ? കരയാത്ത കാര്യം പറയേ. ലവനെന്തേ? കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ ആ പെണ്ണിനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്താടാ ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കരച്ചില്. എന്താടി കാര്യം? എന്തുവാടാ? എന്നോടുകൂടി പറയൂ. ഏട്ടൻ ഇപ്പൊ അത് അറിയണ്ട. ഏട്ടനാണല്ലോ ഈ ആലോചന കൊണ്ടുവന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എന്താടാ? എന്താ കാര്യം? തറവാട്ടുകാരാണെന്ന് പറഞ്ഞിട്ടേ ഇതാണോ തറവാടിത്തം? കാര്യം എന്താണെന്ന് പറയൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വാ, ഇവിടെ നിന്നാലേ നമ്മളും കൂടി നാറും. നിനക്കുള്ള ഞാൻ വെച്ചിട്ടുണ്ടാ.
ശരിക്കും നീ എന്താ ഞങ്ങളുടെ കുട്ടിയോട് പറഞ്ഞത്? അത് അവരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. എടാ ഗോപാല, എന്നെ കൂടെ കൊണ്ടുപോടാ. ഒന്ന് വേഗം വായേട്ടാ. നിക്കടാ. എന്താടാ ഉണ്ടായത്? ഒന്നുമില്ല, ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചുള്ളൂ. സംസാരിച്ചിട്ട് നീ കല്യാണം വേണ്ടാന്ന് പറഞ്ഞോ? അതെ, കല്യാണം നടക്കരുതെന്നാണല്ലോ ഇതിനെ. എന്ത് മുത്തശ്ശ, അങ്ങനെയൊന്നുമില്ല. കല്യാണം വേണ്ടാന്ന് പറയാൻ നിന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ആ പെൺകുട്ടിയോട് തന്നെ പറയാൻ പറഞ്ഞോ നീ? എന്റെ പൊന്നളയമ്മ അങ്ങനെയൊന്നുമില്ല. എടാ നീ ആ പെണ്ണിനെ വേറെ എന്തെങ്കിലും ശിവേട്ടൊന്ന് പോയേ. ഇവനെ കൊണ്ട് ഒരു കാലത്തും എനിക്ക് മനസ്സമാധാനം ഇല്ലല്ലോ എന്റെ മുത്തശ്ശി, മുത്തശ്ശി അങ്ങനെയൊന്നുമല്ല. മുത്തശ്ശി, ഞാൻ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചു. കുട്ടിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നതാണ് നല്ലത്. കാവേരി, ശരിക്കും നീ എന്തോ മറക്കുന്നുണ്ട്. നിന്റെ മുഖവും ശരിയല്ല, വിനീതന്റെ മുഖവും ശരിയല്ല. എന്തോ പ്രശ്നമുണ്ട്. 50,000 ഉണ്ട്. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ മോളെ.